ശ്രീജിത്ത് പണിക്കർ എന്തുകൊണ്ടാണ് പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പല നടന്മാരുടെയും പ്രതികരണങ്ങൾ വന്നെങ്കിലും ഏറ്റവും ശക്തമായ പ്രതികരണം, ഏറ്റവും വ്യക്തമായ പ്രതികരണം നടത്തിയ ഒരാൾ പൃഥ്വിരാജാണ്. അതിന് പൃഥ്വിരാജിന് കേരളത്തിലുടനീളം എല്ലാ മനുഷ്യരുടെയും പ്രശംസ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പൃഥ്വിരാജിൻ്റെ നിലപാടുകൾ വളരെ സുവ്യക്തവും ശക്തവുമാണെന്ന് മലയാളികൾക്കെല്ലാം അറിയാവുന്നതുമാണ്. എല്ലാവരും പൃഥ്വിരാജിനെക്കുറിച്ച് വളരെ നല്ല വാഴ്ത്തിപ്പാടലുകൾ പാടുമ്പോൾ അത്രയ്ക്ക് അങ്ങ് മുങ്ങണ്ട പൃഥ്വിരാജ് എന്ന് കരുതിയിട്ടാണോ ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെ പറയുന്നത് എന്ന് നമുക്കറിയില്ല. ഒരിക്കലും ഈ 10-20 ആൾക്കാരുടെ പേരുകൾ വന്നതിലൊന്നും തന്നെ ശ്രീജിത്ത് പണിക്കർ എവിടെയും പൃഥ്വിരാജിൻ്റെ പേര് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് വളരെ ശക്തമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയും പറയാൻ ശ്രമിക്കുന്ന ആൾ കൂടിയാണ്. അദ്ദേഹം അഭിനയിച്ച സിനിമകൾ പണ്ട് കാലം മുതലുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹത്തിന് പലപ്പോഴും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകളോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായ സാമൂഹ്യ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പം നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിലൊക്കെ തന്നെ വളരെ ശക്തമായ നിലപാടെടുത്ത നടൻ പൃഥ്വിരാജാണ്. പൃഥ്വിരാജിൻ്റെ ഒരു മുന്നിൽ നിന്ന് പൃഥ്വിരാജ് നയിച്ചതുകൊണ്ട് മാത്രമാണ് മറ്റ് ചെറിയ നടന്മാർ പോലും അത്രയും സപ്പോർട്ട് കിട്ടുന്നത്. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലപാടുകൾ എപ്പോഴും അദ്ദേഹം വളരെ ശക്തമായി അദ്ദേഹം വന്ന കാലം മുതൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്ന ഒരാളാണ്. ശ്രീജിത്ത് പണിക്കരുടെ പ്രശ്നം എന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. പൃഥ്വിരാജ് കൃത്യമായി പറഞ്ഞാൽ ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ പറയുന്ന ഒരാൾ കൂടിയാണ്. തൻ്റെ രാഷ്ട്രീയം എന്താണ്, താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആശയം എന്താണെന്നൊക്കെ പൃഥ്വിരാജ് വളരെ ശക്തമായി തന്നെ അതൊരു സെക്യുലറിസത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ്. ശ്രീജിത്ത് പണിക്കരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും പൃഥ്വിരാജിനെ ഇങ്ങനെ വാഴ്ത്തി പാടുമ്പോൾ ഉണ്ടാകുന്ന നിരാശയോ അല്ലെങ്കിൽ ഒരു കുശുമ്പോ ഒക്കെ ആയിരിക്കാൻ വേണമെങ്കിൽ അദ്ദേഹം പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. പൃഥ്വിരാജിൻ്റെ തൊഴിലിടങ്ങൾ അങ്ങനെയാണോ? കേരളത്തിൽ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അടുത്ത് മാത്രം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമേ തീരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പൃഥ്വിരാജിൻ്റെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി മാധ്യമങ്ങളെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിൻ്റെ നീക്കങ്ങൾ വളരെ ശക്തമായിരുന്നു. ഇപ്പം അമ്മയിൽ തന്നെ പൃഥ്വിരാജിന് വേണ്ടി മുറവിളികളുണ്ട്. പൃഥ്വിരാജിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണം, പൃഥ്വിരാജിന് നേതൃനിരയിലേക്ക് പൃഥ്വിരാജ് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ മലയാള സിനിമയിൽ ഇപ്പോഴുമുണ്ട്. മലയാള സിനിമയെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതിനെ തടയിടുക എന്നത് കൂടിയായിരിക്കണം ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആൾക്കാർ ഇത്ര സംസാരിക്കുന്നത്. ഒരു പരിധിവരെ വ്യക്തിപരമായി അധിക്ഷേപം ഉന്നയിക്കുന്ന ഒരാളാണ് ശ്രീജിത്ത് പണിക്കരുന്നത്. പലപ്പോഴും നമുക്ക് ചാനൽ ചർച്ചയിലൊക്കെ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരമായി പൃഥ്വിരാജിനെതിരെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നുള്ളതാണ്. അവർക്ക് പൃഥ്വിരാജിന് ഇഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് പൃഥ്വിരാജ് പറയുന്നത് എല്ലാം കുറ്റമാണെന്നും പൃഥ്വിരാജിനെ ആരെങ്കിലും അത് നല്ല രീതിയിൽ പറഞ്ഞാൽ അതും കുറ്റകരമാണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചർച്ച വരുത്തുന്നത് അത് സ്വയം ലഭ്യനാവുക മാത്രമാണ് ചെയ്യുക. ഈ വിഷയത്തിലൊക്കെ തന്നെ മലയാളികൾ മുഴുവൻ പൃഥ്വിരാജിന് അനുകൂലമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഒറ്റപ്പെടാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അസൽ പറഞ്ഞാൽ ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ കുശുമ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും പൃഥ്വിരാജിനെക്കുറിച്ച് വളരെ നല്ലത് പറയുമ്പോൾ തനിക്കുണ്ടാകുന്ന ഒരു വ്യക്തിപരമായ, അതായത് ശ്രീജിത്ത് പണിക്കരുടെ വ്യക്തിപരമായ ഒരു പ്രത്യേകതയാണ് എന്ന് മാത്രമേ കരുതാൻ പറ്റൂ. അതിന് വ്യക്തിപരമായൊരു കുഴപ്പമാണ് എന്ന് കരുതാൻ പറ്റുള്ളൂ. മനുഷ്യർക്ക് കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടാകുന്നത് വ്യക്തിപരമാണല്ലോ. അപ്പോൾ നമ്മളതിനെ വ്യക്തിപരമായിട്ടേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വിഷയാധിഷ്ഠിതമായതോ എന്തെങ്കിലും ഫാക്ച്വലായിട്ടുള്ളൊരു തമ്മിലുള്ളൊരു വ്യത്യാസമൊന്നും ഇതിലില്ല. അവർ തമ്മിൽ ഒരു ഫാക്ച്വലായിട്ടുള്ള എന്തെങ്കിലും ക്ലാഷൊന്നുമില്ല. ഇത് കൃത്യമായി പറഞ്ഞാൽ പൃഥ്വിരാജിനെ നാട്ടുകാർ മുഴുവൻ, കേരളീയർ മുഴുവൻ, മലയാളികൾ മുഴുവൻ, ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ മുഴുവൻ പ്രശംസിക്കുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നമാണ്. അതിന് സത്യം വരുന്നില്ല എന്നാണ് പറയുക. നമ്മൾ പറയുക അസൂയയും കുശുമ്പിനും മരുന്നില്ല എന്ന് നമുക്ക് പറയുന്ന പോലെ ശ്രീജിത്ത് പണിക്കരുടെ ഈ വിഷയത്തിൽ ശ്രീജിത്ത് പണിക്കർക്ക് മരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.